ഈ തൂക്കിക്കൊണ്ട് പോയതുണ്ടല്ലോ എൻ്റെ വണ്ടിയാണ് കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും. ഇപ്പോൾ എനിക്ക് നെഗറ്റീവേ പറയാനുള്ളൂ. കാരണം ടാറ്റ വണ്ടി അത്രയ്ക്ക് വലിയ പണിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പൈസ പോയത് മാത്രമല്ല, മാനനഷ്ടവും അതിൽ ഉപരിയുണ്ട്. പിന്നെ അങ്ങനെ അതൊക്കെ തുറന്നു പറയുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ല. റോഡിലായിപ്പോയി. ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന പ്രശ്നം, ബാറ്ററി മാറിയിട്ടും 2000 കിലോമീറ്ററൂടെ പിന്നീട് ഓടിയുള്ളൂ. പുതിയ ബാറ്ററി മാറിയെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും 5 പ്രാവശ്യത്തിൽ കൂടുതൽ ബാറ്ററി സംബന്ധമായ പ്രശ്നവുമായിട്ട് ഞാൻ ഷോറൂമുകൾ കയറി ഇറങ്ങുകയാണ്. അപ്പം ഇനി എനിക്ക് പറയാനുള്ളത്, പുതിയ അപ്ഡേഷൻസൊക്കെ ആയിട്ട് എല്ലാ വണ്ടികളും വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇലക്ട്രിക് വാഹനം എടുക്കാൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോ ഗ്രീൻ വിത്ത് EV. ഇത്തരത്തിലൊരു സാഹചര്യം ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും സംഭവിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു EV യൂസ് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടും ഉണ്ടാവാം. ഒരു പക്ഷേ അർദ്ധരാത്രിക്കോ അല്ലെങ്കിൽ നട്ടുച്ചയ്ക്കോ റോഡിൻ്റെ നടുവിൽ വെച്ച് വണ്ടി ഓഫായി പോകുന്നു. ഫാമിലി അടക്കമുള്ള യാത്രയിലായിരിക്കും ഇത് സംഭവിക്കുക. അവസാനം നമ്മൾ മറ്റൊരു വണ്ടിയെ നമ്മുടെ ഫാമിലി യാത്രയാക്കിയതിന് ശേഷം വണ്ടി ടോ ചെയ്തു പോകുന്നതുവരെ ആ വാഹനത്തിന് കാവൽ നിൽക്കേണ്ട ഒരു സാഹചര്യം. ഇതൊക്കെ ഒരു പക്ഷേ നമ്മൾ നേരിട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നാളെ നേരിടേണ്ട സാഹചര്യം ഉണ്ടാവാം. എന്തു തന്നെ ആണെങ്കിലും ഇതൊക്കെ നേരിടേണ്ടി വരുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ EV യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇത്തരമൊരു മാനസികമായ, കാരണം ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. നടു റോഡിൽ ഒറ്റയ്ക്ക് നിൽക്കുക, അവസാനം വെയിലും മഴയും കൊണ്ട് നിന്നതിന് ശേഷം പാതിരാത്രിക്ക് വന്ന് ഇത് ടോ ചെയ്ത് പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് ഈ വാഹനം മേടിച്ചെന്ന് പോലും, അല്ലെങ്കിൽ ഈ വാഹനം മേടിക്കാൻ തീരുമാനമെടുത്ത നിമിഷത്തെ പലരും ശപിച്ചിട്ടുണ്ടാവാം. അതിലും ഉപരി ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുന്നത് ഈ വാഹനവുമായിട്ട് ഷോറൂമിൽ ചെന്നതിന് ശേഷം അവിടെ നിന്നും മാന്യമായ ഒരു സഹകരണം കിട്ടാതെ വരുന്നൊരു സാഹചര്യത്തിലാണ്. നമ്മളെല്ലാ ഷോറൂമുകളെ അല്ലെങ്കിൽ എല്ലാ ഡീലർഷിപ്പുകളെ അല്ല പറയുന്നത്, മറിച്ച് കസ്റ്റമർക്ക് മികച്ച സർവീസ് നൽകാത്ത, അവരോട് മാന്യമായി പെരുമാറാത്ത ചില സർവീസ് സെൻ്ററുകളെയാണ്. കാരണം ഞാനിത് ഇത്രയും ഇതായിട്ട് പറയാൻ കാര്യമെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അവസ്ഥയല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഈയിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ അനുഭവമാണ്. അദ്ദേഹം ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നിൽക്കുന്ന റീൽസ് ഇടുകയുണ്ടായി. തുടർന്ന്, കാരണം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടാണ് അവിടെ ഷെയർ ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ വാഹനം പലതവണ ഇങ്ങനത്തുള്ള അവസ്ഥയിലൂടെ കടന്നുപോയി. ഒരു തവണ ബാറ്ററി മാറി അധികം വൈകാതെ വീണ്ടും അതേ പ്രശ്നമുണ്ടായി, ഷോറൂമിൽ കൊണ്ടുപോകേണ്ടി വന്നു. ബാറ്ററി മാറ്റി കേവലം 1 മാസത്തിന് ശേഷം വീണ്ടും ഈ പ്രശ്നം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ വാഹനം ഉപേക്ഷിക്കുകയും തുടർന്ന് അദ്ദേഹം കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ 1 മാസക്കാലമായിട്ട് വാഹനം ഷോറൂമിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം നമ്മളോട് ഷെയർ ചെയ്യുകയാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ബ്രോ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബ്രോയുടെ ഒരു പ്രൊഫൈൽ അവിചാരിതമായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ അതിലൊരു ചെറിയൊരു റീൽസ് കണ്ടിരുന്നു. അതായത് ബ്രോയുടെ ഒരു EV മാക്സ് ടാറ്റ എടുത്തുകൊണ്ട് പോകുന്നത്. ഞാൻ റോഡിൽ ഒരു 5ാമത്തെ പ്രാവശ്യം റോഡ് കിടന്ന സമയത്ത് വളരെ വൈകാരികമായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണത്. അപ്പം നമ്മുടെ EV ഉപയോഗിക്കുന്ന ഓണേഴ്സിന് മുന്നിലാണല്ലോ ഈ വീഡിയോ കൂടുതൽ എത്തുന്നത്. അതെ. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, യാതൊരു തരത്തിലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. വണ്ടി ആ രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് ടെൻഷനൊന്നും വേണ്ട. എന്നെ പോലത്തെ ഒരുപാട് ലോങ് യാത്ര ചെയ്യുന്ന ആൾക്കാർ മാത്രം ടെൻഷൻ അടിച്ചാൽ മതി. അപ്പം 20% താഴെ ചാർജ് എത്തിക്കാൻ എന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നവർ മാത്രം ടെൻഷൻ അടിച്ചാൽ മതി. അപ്പോഴേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു വാഹനം വാങ്ങിക്കാൻ പോകുമ്പോഴും, അത് EV ആയിക്കോട്ടെ, ഡീസൽ വണ്ടി ആയിക്കോട്ടെ, പെട്രോൾ വണ്ടി ആയിക്കോട്ടെ, ഏത് കമ്പനിയുടെ വാഹനമായാലും നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്ന് ചിന്തിച്ചും ആലോചിച്ചും വേണം. എനിക്ക് ആലോചിക്കാഞ്ഞതിൽ പറ്റിയ പുതിയൊരു ടെക്നോളജി വന്നപ്പം ആ ടെക്നോളജിയെ അങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പെട്ടെന്ന് ഒരു ടാറ്റ പോലത്തെ ഒരു വലിയ കമ്പനിയാണല്ലോ, വലിയ മികച്ച സർവീസ് ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ആ വാഹനം വാങ്ങിയത്. അപ്പം അതിന് എഗൻസ്റ്റായിട്ട് വളരെ നെഗറ്റീവായിട്ടാണ് നമുക്ക് അതിൻ്റെ സർവീസ് സെൻ്ററുകളെല്ലാം വന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, വളരെ നിർഭാഗ്യവശാൽ NCC മോട്ടോഴ്സിൽ നിന്നാണ് ഈ വാഹനം എടുത്തത്. ഈ വണ്ടി എടുത്തതിന് ഒരു 6 മാസത്തിന് ശേഷം അവർ പൂട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സർവീസുകളെല്ലാം വലിച്ചഴിച്ചാണ് നടത്തിയത്. അതൊരു വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നീട് മാറി പല സർവീസ് സെൻ്ററുകളെ സമീപിക്കുകയും, എൻ്റെ വാഹനത്തിന് ഇങ്ങനൊരു കംപ്ലയിൻറ്റ്, മേജർ ഇഷ്യൂ ആണ് ബാറ്ററി പ്രശ്നം. ആദ്യമൊക്കെ 0-ലും ഓടി വളരെ ഹാപ്പിയായി പോയിക്കൊണ്ടിരുന്ന വാഹനം പിന്നീട് 10%-ലേക്ക് എത്തുന്നു. ഒരു സംശയം, ഏത് വണ്ടി ഏതായിരുന്നു? നെക്സോൺ മാക്സ് ആണ്. EV മാക്സ് ആണ്. എത്ര വർഷമായി എടുത്തിട്ട്? വാഹനം എടുത്തിട്ട് ഇപ്പം 1 വർഷവും 6 മാസം. എത്ര കിലോമീറ്റർ ഓടിയായിരുന്നു?
എൻ്റെ വണ്ടി 68,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിന് ആദ്യത്തെ ഇഷ്യൂ തുടങ്ങുന്നത് എപ്പോഴാണ്? എന്തായിരുന്നു ആ ഇഷ്യൂ? ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പം സർവ്വസാധാരണമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കാൽക്കുലേറ്റ് ആയിട്ടാണ് ഈ യാത്ര ചെയ്യേണ്ടത്. നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നു, തൃശ്ശൂർ ചെല്ലുന്നു, ഞാൻ അവിടുന്ന് ചാർജ് ചെയ്യുന്നു, കോഴിക്കോടേക്ക് യാത്രയാണ്, വീണ്ടും കോഴിക്കോട് ചെല്ലുന്നു, അവിടെ ആൾട്ട് ചെയ്യുന്നു, നമ്മൾ ചാർജ് ചെയ്തു തിരിച്ചു വരുന്നു. ഇങ്ങനെ ഒരു പരിപാടിയാണ് നടക്കുന്നത്, സ്ഥിരമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷൻ നമുക്ക് മിസ്സാകുകയോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്റ്റേഷനിലേക്ക് പോകാൻ 20% താഴെ നമ്മൾ ബാറ്ററി എത്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പം ഇത് ഒരു ലിമ്മോഡിലേക്ക് പോയിട്ട് ഗിയർ ഷിഫ്റ്റ് ആവാത്തൊരവസ്ഥ. അത് എത്രയും താഴെ കാണിച്ചത്? അത് ആദ്യ കാലങ്ങളിലൊക്കെ 10% ചാർജ് വരെ നമുക്ക് സുഖകരമായിട്ട് ഓടിക്കായിരുന്നു. പിന്നെ സ്ലോവിലെങ്കിലും നമുക്ക് വണ്ടി ഓടിപ്പോകുമായിരുന്നു. പിന്നീട് അത് മെല്ലെ 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 അതിൻ്റെ ആ ഡ്യൂറേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. അത് ഈ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് 40% ബാറ്ററി ചാർജ് നിൽക്കെ എൻ്റെ വണ്ടി ന്യൂട്രലിലേക്ക് മാറുകയും റോഡിൻ്റെ ഒത്ത നടുവ് നിന്ന് പോവുകയും ചെയ്തു. ഓക്കെ, ഇത് ഫസ്റ്റില് എത്രയിലാണ് കാണിച്ചത് ഈ ലിംബ് മോഡ്? ലിംബ് മോഡ് ഞാൻ അതാ പറഞ്ഞത്, ആദ്യ സമയങ്ങളിൽ പുതിയ ബാറ്ററി കമ്പനി ബാറ്ററി വെച്ച് വരുന്ന സമയത്ത് 10%. പിന്നെ അത് 20% എത്തി. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് ചിലപ്പം 20% താഴെ വണ്ടി ഓടിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഷോറൂമിനെ സമീപിക്കുന്നു, അവർ ബാറ്ററി ഒന്ന് അഴിച്ചു വിടുന്നു, വീണ്ടും റീസെറ്റ് ചെയ്യുമ്പോഴത്തേന് ഇത് ഉണ്ടോ? അപ്പോൾ NCS ആദ്യ കാലങ്ങളുണ്ട്, അവരൊന്ന് സെറ്റ് ചെയ്ത് ഒരു പരുവത്തിന് എന്നെ ആക്കി ഇനി തരുവാണ്. എനിക്കതോട് മനസ്സിലായത് എങ്ങനെയും 1,60,000 കിലോമീറ്റർ എന്ന ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുക നമ്മളെ. അതിനുശേഷം ബാറ്ററിയുടെ കാര്യത്തിൽ അവർക്ക് കൈ മലർത്തി കാണിക്കാം എന്നൊരു രീതിയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്. അതായത് ഇപ്പൊ NCSന് ഈ ഇഷ്യൂ, അതായത് നമുക്ക് 10% മുകളിൽ ലിംബ് മോഡ് കാണിക്കുക, വണ്ടി ഓഫായി പോവുക. അതെ, HV ക്രിട്ടിക്കൽ കാണിച്ചായിരിക്കും ഓഫ് ആകുന്നത്. അതെ അതെ. ഓക്കെ, അപ്പം പലതവണ NCSൽ ചെന്നിട്ട് അവരെന്ത് പറഞ്ഞു, കംപ്ലൈന്റ് ഇല്ലാന്നും പറഞ്ഞ് തന്നു കിട്ടോ? അവർ പറഞ്ഞത് സാറേ ഇത് അടുത്ത സെറ്റിംഗ്സിൽ ശരിയാവും, അടുത്ത ഒരു അപ്ഡേഷനിൽ ശരിയാവും പറഞ്ഞു. എത്ര തവണ അപ്രോച്ച് ചെയ്തു ഈ ഒരു സെയിം ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട്? സെയിം ഇഷ്യൂ ആയിട്ട് അവരോട് ഒരു 3-4 പ്രാവശ്യം. അവസാന പ്രാവശ്യം കായംകുളത്ത് വെച്ച് വണ്ടി നിൽക്കുകയാണ്. കായംകുളം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ മേളിലോട്ട് ആ ചെറിയ കയറ്റം കയറി വരുന്ന സമയത്ത് വണ്ടി നിൽക്കുകയാണ്. അപ്പം അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് അവരെ പിന്നെ വീഞ്ചു വന്ന് വണ്ടി അതിൽ കയറ്റി കൊണ്ടുപോയി. അന്നൊരു ദിവസമാണ് എനിക്ക് അവരുടെ ഒരു ഫെസിലിറ്റീസ് കിട്ടിയത്. അത് കാറിനകത്ത് എന്നെ ഇവിടെ എത്തിച്ചു തന്നു. അതുകൊണ്ട് ഒരു 17 കിലോമീറ്റർ ദൂരം എന്നെ ഇവിടെ എത്തിച്ചു തന്നു, വീട്ടിലെത്തിച്ചു. പിറ്റേന്ന് രാവിലെ അവിടെ ചെല്ലുമ്പോൾ ബാറ്ററി സർവീസിങ് സെന്റർ എന്ന് പറയുന്ന ഒരു പരിപാടി അവിടെ ഇല്ല. ഈ ഷോപ്പിൽ ഈ സാധനം അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അവരെങ്ങനെയോ ഇത് വീണ്ടും മേക്കോർ ചെയ്ത് സെറ്റാക്കി തിരിച്ചെന്നെ കൂളാക്കി വിട്ട് വണ്ടി തന്നു വിട്ട്. പിന്നെ അടുത്ത പ്രാവശ്യം സർവീസിന് ഡേറ്റ് ഞാൻ വിളിച്ചു പോയിക്കാൻ നേരത്ത് ഫോൺ ബെല്ലിൽ ഇല്ല, ആരും എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ച് തന്നപ്പോൾ ഇത് മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇടപാട് കഴിഞ്ഞു. അവരെ കുറിച്ച് അന്വേഷിച്ചപ്പം അവർ കേസാണ്, മറ്റേതാണ്, മറിച്ചതാണ്, ഇങ്ങനെ പോയി. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഭരണിക്കാവിലുള്ള ഷോറൂമിലേക്ക് പോവാന്നുള്ളതാണ്. NCSന്റെ അല്ല, ലെക്സോണിന്റെ. അവർ വളരെ മാന്യമായിട്ടാണ് നമ്മളോട് ഇടപെട്ടതൊക്കെ. നമ്മുടെ വണ്ടിയോട്ടേക്ക് കിട്ടുന്നു. അവർ ഇതിൻ്റെ വേറെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്, അത് കണ്ടുപിടിച്ചു. AC സംബന്ധമായ ഒരു പ്രശ്നത്തിന് ഇതിനിടയ്ക്ക് കൂടെ NCC സമീപിച്ചിരുന്നു. എലി കറണ്ടാണെന്ന് പറഞ്ഞിട്ട് അവർ AC മാറി അതിൻ്റെ പൈസ കയറിയിരുന്നു വാങ്ങിച്ച്. പക്ഷേ ഇങ്ങനൊരു വണ്ടിക്കകത്ത് എലി കയറണ്ട എന്ന് പറയുന്ന ഒരു വലിയ അപകടമാണ്. എല്ലാ വണ്ടിയിലും എലി കയറണ്ടാറുണ്ട്, അങ്ങനെ AC നഷ്ടപ്പെടാറുണ്ട്, അതൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ആ റൂട്ടിലങ്ങ് വിട്ട് അത് കളഞ്ഞു. നമ്മുടെ പൈസ കൊടുത്താണെങ്കിൽ അത് സംഭവം ശരിയാക്കി കൊണ്ടുവന്നു. പിന്നെ നിരന്തരമായി അവർ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ അങ്ങ് ഒപ്പിച്ചു വിടാന്നുള്ളൊരു പരിപാടിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. എങ്ങനെയും 1,60,000 കിലോമീറ്റർ അവർക്ക് മറിഞ്ഞാൽ മതി. അവരൊരു ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ ഒരു രീതി ഇങ്ങനെയായിരുന്നു. ഞാൻ ഈ വണ്ടിയോടെ കൊണ്ടിട്ട് കൊടുക്കുന്നത് താക്കോല് അവിടുത്തെ എന്നെ വണ്ടി കാര്യങ്ങൾ നോക്കി ആ പയ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ 1-2 ദിവസം ഇട്ട് നോക്കിയിട്ടല്ലേ 2 ദിവസം അധികം വണ്ടി ഫുൾ ചാർജ് ചെയ്ത് ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ശരിക്കും കണ്ടുപിടിച്ച് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, സാറേ സാറിൻ്റെ വണ്ടി ഒരു 20-ൽ താഴെ വരുമ്പോഴത്തേന് വണ്ടി നിന്ന് അൺബാലൻസ് ആയിട്ട് നിൽക്കുകയാണ്, ബാറ്ററി പ്രശ്നമാണ്, അത് റീസൈക്ലിംഗ് പ്രശ്നമാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റീസൈക്ലിംഗ് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് 95% ചാർജ് ചെയ്താൽ പോരാ. NCCന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ 95% ചാർജ് ചെയ്യാൻ പാടുള്ളതായിരുന്നു. അത് വീട്ടിലാണെങ്കിൽ 100%, പുറത്താണെങ്കിൽ 95% ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ഞാനത് അങ്ങനെയാണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അങ്ങനെയല്ല, നമ്മൾ 90 കഴിഞ്ഞാൽ 100 തീർക്കണമെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ഇവര് പറഞ്ഞു 100% തന്നെ ചാർജ് ചെയ്യണമെന്നായിരുന്നു ഈ ലെക്സോൺ. അപ്പോൾ അവർ എന്നോട് പറയുന്നത് ബാറ്ററി കംപ്ലൈൻ്റ് ആയി, ബാറ്ററി മാറി തരാം, നിലമേൽ ബാറ്ററി ഉണ്ട്, അങ്ങോട്ട് പോയേക്കാം. അങ്ങനെ നിലമേൽ പോയി ഞാൻ തന്നെ ഇവിടുന്ന് ബസ്സിൽ പോയി അവിടെ ചെന്ന് ഇറങ്ങുന്നു, അവിടുന്ന് വണ്ടി എടുത്ത് നിലമേ കൊണ്ട് കൊടുക്കുന്നു. ഒരു 3 ദിവസത്തിനകത്ത് അവിടുന്ന് ബാറ്ററി മാറി വെച്ചെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നു. ഇതിൽ ഇടയ്ക്ക് വന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി മാറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും
എനിക്ക് വണ്ടി വിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരാളെ എനിക്ക് പറ്റിക്കാൻ പറ്റത്തില്ല. ബാറ്ററി മാറിയെന്നും പറഞ്ഞാൽ ഒരാൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റണം. അതുകൊണ്ട് ഈ ബാറ്ററി മാറുന്നതിൻ്റെ ഒരു പുതിയ ബാറ്ററി വെക്കുന്നതും ഇത് ഇളക്കുന്നതും ഒക്കെ ആയിട്ടൊരു വീഡിയോ തരണം. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ തരാം. പക്ഷേ അവരെനിക്ക് ആ വീഡിയോ തന്നില്ല. അതിൻ്റെ പകരം 2 സ്റ്റിൽ അയച്ചു തന്നു. അപ്പോൾ തന്നെ അവർ ബാറ്ററി മാറിയല്ലോ എന്നുള്ളൊരു ഉറപ്പിൽ ഞാൻ വളരെ സ്റ്റേബിളാണ്. 2 ദിവസം വണ്ടി ഓടിച്ചപ്പോൾ കുഴപ്പമില്ല, 3 ദിവസം ഓടിച്ചപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഒരു ദിവസം ഇങ്ങനെ വണ്ടി ബാറ്ററി മാറിയായിരുന്നോ? അവർ ബാറ്ററി മാറിയെന്ന് പറഞ്ഞ് എനിക്ക് ബില്ലും തന്നിട്ടുണ്ട്. ആ ബില്ലാണല്ലോ ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം വെച്ചാൽ നമ്മള് വണ്ടി കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് ഒരു സീരിയൽ നമ്പർ ഉണ്ട്. രണ്ടാമത് വേറെ ബാറ്ററിയാണ് വെക്കുന്നത്, അതിന് വേറൊരു സീരിയൽ നമ്പർ മാറിയിട്ടുണ്ട്. അപ്പൊ മാറിയെന്നുള്ളത് 100% ഉറപ്പാണ്. ബാറ്ററി മാറിയെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ പുതിയ ബാറ്ററി ഒന്നും അല്ല തന്നതെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആദ്യം കംപ്ലൈന്റ് ഒരു പുതിയ ബാറ്ററി കൊടുത്തു, അത് കഴിഞ്ഞ് റീഫർബിഷ്ഡ് ബാറ്ററി വരുത്തുള്ളൂ. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാറ്ററിയേക്കാളും ഫ്രഷ് ആയിട്ട് വന്ന ബാറ്ററിയേക്കാളും വളരെ മോശമായിട്ടുള്ള ബാറ്ററി ആയതുകൊണ്ടായിരിക്കുമല്ലോ 40% വണ്ടി വീണ്ടും നിൽക്കുന്നത്. 40% മാറുന്നതിന് മുമ്പ് 20-ലായിരുന്നു. മാറി കഴിഞ്ഞപ്പോൾ 40-ലായി. AC വർക്ക് ചെയ്യാതായി. അങ്ങനെ പല ഇഷ്യൂസ് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൊച്ചപ്പാട് സൗണ്ടൊക്കെ വിളിച്ചു പറയുക. ഇപ്പൊ ഈ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, നമ്മള് ഈ വണ്ടി അടച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഇതിന്റെ സ്പീക്കറിന് സൗണ്ട് കേൾക്കും, ടപ്പൊന്ന് പൊട്ടുന്നത്. അത് വിശ്വാസമായിട്ട് ഞാൻ ചെന്ന പറയും എല്ലാ വണ്ടിക്കും അങ്ങനെ സാറേന്ന്. എല്ലാ വണ്ടിക്കും ആ എർത്തിങ് പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2-3 ആൾക്കാർ ശരിയാന്ന് പറഞ്ഞു, അവർക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മള് ഈ അടുത്ത വീട്ടിൽ കറണ്ട് ഇല്ലെന്ന് പറയുമ്പോഴാണല്ലോ നമുക്കൊരു മനസ്സുഖം പറയുന്നത്. അടുത്തതിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ സോൾവ് ചെയ്തു, അത് ഓക്കെയാണ്. പിന്നെ പല ആൾക്കാർക്കും ഇതൊരു മാനഹാനിയാണ്. അതായത് ഞാൻ എടുത്തൊരു സാധനം മോശമാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് നമ്മൾ കേരളക്കാർ. എന്നെ സംബന്ധിച്ചോളം ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല, ഒരാൾക്ക് കൂടി ഇനി ഒരു ആപത്ത് പറ്റരുത്. പരമാവധി ഈ ടെക്നോളജി ഞാൻ അംഗീകരിക്കുന്നു. ഇനി വരാൻ പോകുന്ന ടെക്നോളജി, അതിൻ്റെ അപ്ഡേഷൻസിനൊക്കെ നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. ഇത് നന്നായിട്ട് വരട്ടെ. സർവീസ് സെൻ്റർ ആയാലും ഇപ്പം നിലവിലുള്ള സർവീസ് സെൻ്റർ ആയാലും എല്ലാം നന്നായിട്ട് വരട്ടെ. പെട്ടെന്ന് നമ്മളവരെ പ്രിയപ്പെട്ടവരാവട്ടെ. മനസ്സിലായില്ലേ? നമ്മുടെ വർക്ക് ഒരു പ്രശ്നമായിട്ട് ചെല്ലുമ്പോൾ നമ്മളെ സൗമ്യമായിട്ട് വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഇന്നത് കാര്യങ്ങൾ ചെയ്തു തന്നാൽ അത് മാറും, അത് ഞങ്ങൾ നോക്കിക്കോളാം. ആ ഒരു ഉത്തരവാദിത്തം അവർ കാണിക്കട്ടെ. എങ്ങനെയെങ്കിലും 1,60,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ തന്നെ 2 ദിവസം മുമ്പ് ഉള്ളൊരു അനുഭവമുണ്ട്. ഞാൻ വേറെ വണ്ടിക്ക് അഡ്വാൻസ് കൊടുത്തു. വണ്ടി ഒരാഴ്ചക്ക് മുന്നേ കിട്ടണ്ടേ, പൈസ അവരുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അവർക്ക് യാതൊരു റെസ്പോൺസും ഇല്ല. അതേ പിന്നെ പറയാം. ഇതെല്ലാവർക്കും അങ്ങനെ ആവാൻ പാടില്ല. ഞാൻ അങ്ങനെ ഒരു സർവീസ് മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ നിന്നൊക്കെ കണ്ണൂർ വരെ, എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കണ്ണൂർ വരെ, കൊല്ലത്ത് നിന്ന് കണ്ണൂർ വരെയൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു മുനപ്പിളകിയത് നോക്കാൻ റൂഫിങ്ങിൻ്റെ വർക്ക് എനിക്ക് ഞാൻ പോയിട്ടുണ്ട്. വിളിച്ച് പറഞ്ഞാൽ പിറ്റേന്ന് പോകും. പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അവരോട് പറയും എനിക്ക് ഇന്ന പ്രശ്നം കൊണ്ട് എനിക്ക് ഇത്ര ദിവസം കഴിഞ്ഞാൽ വരാൻ പറ്റൂ. എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം അങ്ങനെയാണ്, അവർ വളരെ സന്തോഷമാണ്. ഞാൻ ഓൾ ഓവർ ഇന്ത്യ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു കമ്മീഷൻ വ്യവസ്ഥയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എൻ്റെ. അപ്പോൾ ഞാൻ ഓടിച്ചെന്നേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനെ അത് ബാധിക്കും. എന്നതുപോലെ അവർക്കും ആ ഷോറൂമിന്റെ ഉടമസ്ഥർക്കും അവിടെ നിൽക്കുന്ന സ്റ്റാഫിനും ഒക്കെ അത് തോന്നണം. നമ്മൾ മാർക്കറ്റിംഗ് ആകുമ്പോൾ മൗത്ത് പബ്ലിസിറ്റിക്ക് ഒരു വലിയൊരു, നമ്മളൊരു സർവീസ് കൊടുക്കുമ്പോൾ നമ്മുടെ സർവീസ് വാങ്ങിയ ഒരാൾ 10 പേരോട് പറയണം. അതെ, വാങ്ങിയവനാണ് പ്രിയപ്പെട്ടവനെ. ഞാൻ നമുക്ക് വാങ്ങിയ നമ്മൾ പണം കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രിയപ്പെട്ടവനാണ്. വാങ്ങുന്നതിന് മുമ്പുള്ള ആൾക്കാർ ഡിസ്റ്റൻസ് ചെയ്യുന്നോട്ടെ, അത് ശരിയല്ലേ? അതെ അല്ലെ, ചിലപ്പോൾ നമുക്ക് ചില സർവീസ് കൊടുക്കാൻ പോകുമ്പോൾ 10 രൂപ നഷ്ടവും വരാം. അതെ, നഷ്ടം വരാം. കാരണം നമ്മൾ അവിടെ നഷ്ടം ഇവിടെ കരുതേണ്ട കാര്യമില്ല. സാറ്റിസ്ഫൈഡ് ആണോ 10 പേരോട് പറയുന്നത് ഇന്ന ആളുടെ പ്രോഡക്റ്റ് എടുത്തു. ഈ സാധനം ഞാൻ 22 ലക്ഷം രൂപ കൊടുത്തിട്ട് 1.5 വർഷമായുള്ളൂ. ഇപ്പൊ എനിക്കൊരു പഴക്കത്തിനൊരു വിലയുണ്ട്. കിലോമീറ്ററിന്റെ അവിടെ നിൽക്കട്ടെ, കിലോമീറ്റർ ആൾക്കാർ പറയുന്നത് 70,000 കിലോമീറ്റർ ഓടിച്ചില്ലേ നോക്കിയത്. 70,000 കിലോമീറ്റർ ഓടിച്ചാൽ മതി കേട്ടാ. ചേട്ടൻ പറ, ചേട്ടൻ്റെ 22 ലക്ഷം രൂപ ഞാൻ മുടക്കി. 70,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ ഞാൻ ഓടിച്ചാൽ മതിയോ? അല്ല, നമുക്കത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് എന്താണ് ലാഭം? ഈ ടെക്നോളജി കൊണ്ട് എന്താണ് പുരോഗതി? ഈ ടെക്നോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലാഭം എന്ന് പറയുന്നത്, പലരും പല രീതിയിലാണ് കാണുന്നത്. ചിലവരൊരു EVയോടുള്ള താല്പര്യം കൊണ്ട് എടുക്കുന്നവരുണ്ട്. പക്ഷെ ഞാനും EV യൂസ് ചെയ്യുന്ന അതുകൊണ്ടല്ല, ഞാൻ സാമ്പത്തികമായ ലാഭമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് ഉയർന്നു വരുന്ന പെട്രോൾ ഡീസൽ EV എടുക്കുന്ന 90% ആൾക്കാരും ഇതിന്റെ ലാഭം നോക്കി തന്നെയാണ്. പിന്നെ വീടിന്റെ മുറ്റത്ത് ഇടാനാണെങ്കിൽ അതൊരു സെക്കൻഡറി വാഹനമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് യാതൊരു പ്രശ്നമില്ല. കാര്യം അവർ 20% താഴെ ഒരിക്കലും പോകാൻ പോകുന്നില്ല. അവർക്ക് ഇത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അവർക്ക് ഇത് ഗുണകരമാണ്. കാരണം അവർ അത്യാവശ്യം മാർക്കറ്റിലൊന്ന് പോകാനോ അങ്ങനത്തെ എന്തെങ്കിലും കേസിനാണ്. പക്ഷേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് ഓടുന്ന ആൾക്കാർക്ക് പറ്റത്തില്ല. കാരണം പല മീറ്റിങ്ങുകളും എനിക്ക് ഈ ഒരു കാരണത്താൽ പെൻഡിങ് ആയിട്ടുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാൻ,
നമ്മുടെ ഇലക്ട്രിക്കൽ സൈഡ് KCB പോലത്തെയുള്ള പ്രസ്ഥാനങ്ങൾ അവർ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടല്ല ഇതൊന്നും വെച്ചിരിക്കുന്നത്. കാര്യം എവിടെയെങ്കിലും കൊണ്ടൊരു സാധനം വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്, ഇത് ചില സമയത്ത് വർക്കാവും, ചില സമയത്ത് വർക്കാകത്തില്ല. ഇപ്പോൾ കറണ്ട് വരെ അടിച്ചു തുടങ്ങി അതിൽ നിന്ന്, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇവോക്ക് പോലത്തുള്ള മറ്റ് പ്രൈവറ്റ് ചാർജിങ് സെൻ്ററുകൾ വന്നിട്ടുണ്ട്. വളരെ സുഖകരമാണ്, വളരെ എളുപ്പം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ വാലറ്റിലെ പൈസ ടപ്പേന്ന് തീർന്നു, റേറ്റ് കൂടുതലാണ്. അതെ, നമ്മൾ അതും ഇതിനകത്തൊരു മാനദണ്ഡമാണ്. ഇപ്പോൾ ഈ സബ്സിഡി കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ഈ ഒരു സാധനം വരുമ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതിപ്പം ഇവർ നമ്മളെന്താ പറയുന്നത്, ഈ ഒരു കൺസ്യൂമർ കോടതിയെ ഞാൻ സമീപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്ത് ആനുകൂല്യം കിട്ടുന്നു, അവിടെ എന്താണ് നമുക്ക് ഈ വാഹനത്തിൽ ഗവൺമെന്റ് ആനുകൂല്യം ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇപ്പം കേരളത്തിലാണ് 5% ഉള്ളൂ ഇതിന് ടാക്സ്. ചില സംസ്ഥാനങ്ങൾ ടാക്സ് ഫ്രീ ആണ്, ചില സംസ്ഥാനങ്ങൾ സബ്സിഡിയും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം വേറൊരു വാർത്ത അവസാനം റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയാണ്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് വാങ്ങിച്ച എല്ലാ വണ്ടികളും കട്ടപ്പുറത്താണ്. അതവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. അല്ല, ഇനി ഏത് തരത്തിലാണ് അതൊരു ഘടകമാണ്. അവരുടെ ഡീസൽ വണ്ടിയാണെങ്കിലും കട്ടപ്പുറത്തിരിക്കും, അതെനിക്കറിയാം. പണ്ടേ ദുർബല ഇപ്പം ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥ. ഇവിക്ക് നല്ലൊരു മെയിൻ്റെനൻസ് കൊടുത്തില്ലെങ്കിൽ താഴെ പോകും. അല്ല, EV ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ EV ഒരു 5 വർഷത്തോടൊക്കെ കഴിയുമ്പോഴത്തേന് ടാറ്റയിൽ അത് സക്സസ് ആകത്തുള്ളൂ. ടാറ്റയുടെ കാര്യം ഞാൻ പറയുന്നത്. ഈ ടാറ്റയുടെ കാര്യം പറയുമ്പോൾ ചോദിക്കും, ഇനി MG എടുത്തവരും അല്ലെ VYD എടുത്തവരും ഒക്കെ അവരോട് എന്തെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് അനുഭവം ഇല്ല. ഞാൻ അവരുടെ ആരെയും പരാതികൾ കേട്ടിട്ടില്ല, അവരാരും പ്രശ്നങ്ങൾ പറഞ്ഞ് ഉന്നയിക്കുന്ന കണ്ടിട്ടില്ല. നേരത്തെ ഓടുന്ന കൂടുതൽ വണ്ടിയും ടാറ്റയുടെ അല്ലേ. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് ടാറ്റയിൽ വന്ന കാരണം ഇതിന്റെ സർവീസ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ടെക്നോളജിയിലുണ്ടായ പരാജയമാണ്. ഇത് എന്ന് മേക്ക് ഓവർ ചെയ്യുന്നോ അന്ന് ടാറ്റയ്ക്ക് ബോഡിയിലോ അല്ലെങ്കിൽ അതിന്റെ മോഡലിലോ അതിന്റെ ഭംഗിയിലോ അങ്ങനെ അല്ലെങ്കിൽ കസ്റ്റമറെ സ്ഥിരമായിട്ട് വണ്ടി കൊടുക്കുന്നതിലോ ഒന്നും അവർ പിന്നോക്കമല്ല. ഇഷ്ടംമാതിരി വണ്ടി അവർ ദിവസവും ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ബിസിനസ്സും ഉണ്ട്. ഞാൻ കണ്ടിടത്തോളം ടാറ്റ ഒരു മികച്ച കമ്പനി തന്നെയാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ പോയി അത് എടുത്തത്. അതെ അതെ, തീർച്ചയായും. അതിനുശേഷം വന്ന ഒരു കാര്യത്തെക്കുറിച്ച് നെഗറ്റീവാണ് ഞാൻ ഈ പറയുന്നത്. അത് വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാൻ പറ്റുള്ളവർ കൂടെ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നു, ഇതൊരു ടൈം ബൗണ്ട് ആയിട്ട് പരിഹരിച്ച് തന്നിരുന്നെങ്കിൽ ചേട്ടൻ്റെ പ്രശ്നം മാറത്തില്ലായിരുന്നു? അല്ല, ഞാൻ ഈ പ്രശ്നത്തിന് ഞാൻ എങ്ങനെയാണെന്നറിയാം കാണുന്നത്. ഈ പ്രശ്നത്തിനെ ഞാൻ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ടെക്നിക്കൽ സൈഡ്, അതിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. ഇത് 1,60,000 കിലോമീറ്ററിന് അപ്പുറത്തോട്ട് പോകത്തില്ല. അവർ പരമാവധി 1,60,000 കിലോമീറ്റർ ഓടിച്ചേ പറ്റൂ, നമുക്ക് ഓടിപ്പിച്ചേ പറ്റൂ. അതുമാത്രം അവരുടെ ടാർഗറ്റാണ്. ഈ വണ്ടി ആദ്യം എടുത്ത ആളുകൾ 1,60,000 കിലോമീറ്റർ കടന്നു പോയി കഴിഞ്ഞാൽ അവർ പിന്നെന്ത് ചെയ്യാൻ പറ്റുമോ? അവർക്ക് ഏതെങ്കിലും സർവീസ് സെന്ററിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കാശ് കൊണ്ട് നമ്മളത് മാറണം. നമ്മുടെ കാശ് കൊണ്ട്. അപ്പം ഒരു ബാറ്ററിയുടെ വില ഒന്ന് കണക്കൂട്ടിയേ. നമുക്ക് ഇപ്പം അത് പറയാൻ പറ്റത്തില്ല. ഇപ്പം നെക്സോൺ ആണെങ്കിൽ 6 ലക്ഷം രൂപയാവുമെന്ന് പറയാം. 3 ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് മാറാൻ പറ്റുമോ? മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ സാഹചര്യം പോലെ ഇരിക്കും. ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഈ പഴയ വണ്ടിക്കകത്ത്, അതായത് ഞാനിപ്പോൾ പറയുന്നത് ചന്ദനം ചമക്കുന്ന കഴുതയാണെന്ന് പറയുന്നത്. പഴയ വണ്ടിക്കകത്ത് വീണ്ടും പുതിയ, ഇപ്പം നമുക്ക് കിട്ടിയ പരിമിതമായ അറിവ് വെച്ച് പറയുന്നത്, ഇത് പല പല ബ്ലോക്കുകൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് ഉള്ള ഭാഗം അവർ മാറി തരും എന്നാണ് പറയുന്നത്. ഉള്ള ഒരു സംഭവമാണ്. ഇതിനകത്ത് ഇതൊരു സക്സസ് എന്ന് പറയാനായിട്ടില്ല. ഈ ആദ്യം ബാറ്ററി ഒന്ന് മാറിയതിന് ശേഷം എത്ര നാൾ വണ്ടി വീണ്ടും ഉപയോഗിച്ചു? ബാറ്ററി മാറിയതിനു ശേഷം ഞാൻ ഒരു 1 മന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2000 കിലോമീറ്റർ താഴെയാണ് പിന്നെ വണ്ടി ഓടിച്ചിട്ടുള്ളത്. ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. ആ സമയത്ത് തന്നെ തീരുമാനിച്ചു എനിക്ക് ഇനി വണ്ടി വേണ്ടാണ്. കാരണം അതൊരു വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായതാണ്. പ്രത്യേകിച്ച് റെയിൽവേ ക്രോസിന് അപ്പുറം ഇപ്പുറം ഞങ്ങൾ എപ്പോഴും പോയി വരേണ്ടതായിട്ടുണ്ട്. ക്രോസിനകത്തൊക്കെ വെച്ച് ബുദ്ധിമുട്ടിക്കുന്നത് മറ്റു ജനങ്ങളെയും കൂടെ ഒരു ദേശീയ നഷ്ടമായിട്ട് മാറും. അത് ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർ തന്നെ അതിന്റെ പേരിൽ ഒരു വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. അപ്പൊ ഇത് അവരോട് പറയുമ്പോൾ അവർക്കതൊക്കെ നിസ്സാരമാണ്. സാർ അത് അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല. അവരപ്പോൾ ഇത് ഈ രണ്ടാമത് വിഷയമായിട്ട് എന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? രണ്ടാമതല്ല, മൂന്നാമത്. അല്ല, ബാറ്ററി ഒരു തവണ മാറി രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ചെന്നപ്പോൾ വണ്ടി രാവിലെ 11 മണിക്ക് സംഭവിക്കുന്നു. 11 മണിക്ക് ഞാൻ ഒരു കമ്പനിയിൽ ഇൻഫോം ചെയ്യുന്നു. അവർ വന്ന് രാത്രി ഒരു 7 മണിയായപ്പോൾ വന്ന് എടുത്തോണ്ട് പോയി. അതുവരെ ഞാൻ അവിടെ നിൽക്കേണ്ടതായിട്ടൊക്കെ വന്ന്, അത് കഴിഞ്ഞു അവരൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത് ഇങ്ങോട്ട്. ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ എത്തി. ഞങ്ങൾ നോക്കിയപ്പോൾ പൂനെ എന്നൊരു ഇൻസ്പെക്ഷൻ ചെയ്യാനൊരു ടീം വരുന്നുണ്ട്. അവർ വന്ന് നോക്കിയിട്ട് ബാറ്ററി അൺബാലൻസ് ആണ്, റീസൈക്ലിംഗ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റീസൈക്ലിംഗ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. റീസൈക്ലിംഗ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് വീട്ടിൽ ഫുൾ ചാർജ് ചെയ്ത് 10 ദിവസം കുത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നീടൊരു
ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പുറത്തുനിന്ന് ചെയ്യണം. അത് പലരും അശാസ്ത്രീയമായിട്ടൊക്കെ പറയുന്നത്, പലർക്കും പല ഇൻഫർമേഷൻ വീട്ടിൽ നമ്മൾ 100% സ്ലോ ചാർജ് അല്ലേ ചെയ്യുന്നത്, അതെ വെളിയിൽ ചെയ്യുമ്പോൾ 100% ചെയ്യുന്നത്. അതെ അതെ അതെ. പിന്നെ അവിടെ എന്താ റീസൈക്ലിങ്ങിന്റെ എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വെളിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്ന നിർദ്ദേശം എങ്ങനെയെങ്കിലും നമ്മളെ വാടപ്പിക്കാന്നുള്ളത്, അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനത് കോടതിയായിട്ട് സമീപിച്ചിരിക്കുന്നത്. ഇനി നമ്മളിവിടെ നമുക്ക് നല്ല വിശ്വാസമാണ്. കാര്യം ഒരു കൺസ്യൂമർ കോടതി എന്ന് പറയുന്നത് കൃത്യമായ കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി റീസൈക്ലിങ്ങിന്റെ പ്രോബ്ലം തന്നെ ആയിക്കോട്ടെ വിചാരിക്കുക. നമ്മൾ ഈ വാഹനം എടുക്കുമ്പോൾ ഈ ഹൗ ടു യൂസ് ദിസ് വെഹിക്കിൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം NCSC എന്നല്ലേ എടുത്തത്, അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല? ഏതെങ്കിലും ഒരു സർവീസ് സെന്ററുകാർ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മളെ? ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. പിന്നെ അവര് എങ്ങനെയാണ് അവരാകെ പഠിപ്പിച്ച കാര്യം എന്താ അറിയോ? ഈ വണ്ടിയുടെ ഡിയിലോട്ട് വെച്ചാൽ വണ്ടി ഓടും, ന്യൂട്രൽ വെച്ചാൽ പിയിൽ വെച്ചാൽ പാർക്കാവും. ഇത്രേ ഉള്ളു സാറേ. ഇത് മൊബൈൽ എടുക്കുന്നതൊക്കെ ഉള്ളു, മൊബൈലിൽ ചാർജ് ചെയ്യുന്ന സിസ്റ്റം ഉള്ളതെന്ന് അവർ പറഞ്ഞു തന്നത്. വളരെ സിമ്പിൾ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വണ്ടിയെ പുറത്തിറക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു വല്ലാത്ത അനുഭവമാണ്. ഞാൻ വളരെ സുഖമായിട്ട് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. പക്ഷെ സിമ്പിൾ ആണെന്ന് വെച്ചാൽ ഇത് പ്രായമായ ആൾക്കാരൊക്കെ ഒരുപാട് പേര് എടുത്തിട്ട് കുടുങ്ങിയിട്ടുണ്ട്. ഇത് ചാർജ് ചെയ്യാൻ ഉള്ള ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എന്തൊരു കാര്യത്തിനും അങ്ങനെയാണല്ലോ, അത് തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കും. പിന്നെ പതുക്കെ അതിലേക്ക് നമ്മൾ അലിഞ്ഞു ചെയ്യും. പ്രശ്നങ്ങളൊക്കെ മാറി KCB ഒഴിച്ച് ചാർജിങ് പ്രശ്നങ്ങളൊന്നുമില്ല. KCB ഇത് അവർ മൊത്തത്തിൽ അവരോട് ഒരു റിക്വസ്റ്റ് ഇതങ്ങ് ഇളക്കിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ആ സ്ഥലം സേവ് ചെയ്ത് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയോടെ സാധനം സ്ഥാപിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്പെടും. KCBയോടുള്ള ഒരു വലിയൊരു അപേക്ഷ, നിങ്ങളുടെ കറണ്ട് അടിക്കാൻ തരം തുടങ്ങിയിരിക്കുകയാണ്. അതല്ല, ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ 20% വണ്ടി താഴെ പോകരുത്. 0-യിൽ വണ്ടി ഓടിക്കണം. ഒരു വണ്ടി 430 കിലോമീറ്റർ മൈലേജ് പറയാണ്. നമ്മളൊരു 350 മൈലേജ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 0 to 100 ആണ് കിട്ടുന്നത്. 0 നമുക്ക് 100% ചാർജ് ചെയ്യുമ്പം നമുക്കതിൻ്റെ ഒരു 350 കിട്ടും. അത് പിന്നീട് മെല്ലെ മെല്ലെ കുറഞ്ഞ് 20% ചാർജ് ഒഴിവാക്കരുത്, അത് ബാറ്ററി തന്നെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് 250 മൈലേജ് കിട്ടത്തുള്ളൂ. അതെ, അതായത് 20% നമ്മൾ ഒഴിവാക്കുമ്പോൾ 70 കിലോമീറ്ററോളം കുറയത്തില്ലേ? കുറയും. അപ്പം 430 എന്ന് പറയുന്ന പരസ്യ അഡ്വർടൈസ്മെന്റിനകത്ത് എന്താ കാര്യമുള്ളത്? യാതൊരു കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ പോരായ്മയാണ്. നമ്മുടെ വാഹനങ്ങൾ, ആരുടെ വാഹനങ്ങളായാലും അത് 0 to 100 വരെ വണ്ടി ഓടിക്കാൻ സാധിക്കുക. ഒരു ഹോസ്പിറ്റലിലെ കേസ് വന്നു, 20% വണ്ടിയിൽ ചാർജ് ഉള്ളു, നമുക്ക് വണ്ടി പോകണ്ടേ? അതെ അതെ, എനിക്ക് തോന്നുന്നു 20% താഴെയാണ് പലപ്പോഴും പലർക്കും ഈ പറയുന്ന ലിംബ് മോഡ് HV ക്രിട്ടിക്കൽ കാണിക്കുന്നത്. അതുകൊണ്ട് ചില സർവീസ് സെന്ററുകൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് പുതിയതായിട്ട് വാഹനം എടുക്കുന്നവരോട് പറയാറുണ്ട്, നിങ്ങൾ 20 ഓടിക്കരുത്. അങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ പലരും പല ഗ്രൂപ്പുകളിലും ചർച്ചകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പം 20 താഴെ എത്തിയെങ്കിലുള്ളൂ ഈ വിഷയം. 20 താഴെ വണ്ടി ഓടിക്കുന്ന ആൾ ഓടിച്ചെങ്കിൽ മാത്രമേ ഒരാഴ്ച ഉപയോഗിക്കുമ്പോഴത്തേന് ഈ പ്രശ്നങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. ബാറ്ററി എത്രമാത്രം. പക്ഷേ അങ്ങനെ ഇവരും മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 വർഷം 1.5 വർഷം കഴിയുമ്പോൾ 20 മേലെ ഈ പ്രശ്നം വരും. അപ്പോഴേ ഇവര് കണ്ടെത്തുന്നു. അപ്പൊ കുറച്ചുനാൾ ഇവർക്ക് തള്ളി വിടാം ഇങ്ങനെ. അതെ, 1,60,000 കിലോമീറ്റർ ആണ് അവരുടെ ടാർഗറ്റ്. അതവരെത്തിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വണ്ടി ഒരു വീടിന്റെ മുറ്റത്തിൽ ഇങ്ങനെ പ്രതിഷ്ഠിക്കാമെന്നുള്ളതല്ലാതെ വേറൊരു ഉപയോഗത്തിനില്ല. പിന്നെ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട്, അത് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ അവർ പറഞ്ഞ്. പുതിയ ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്, അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് സ്വപ്നം കാണാമെന്നല്ലാതെ അതിനോട് അടുക്കുമ്പോഴല്ലേ അതിൻ്റെ കാര്യം അറിയാൻ പറ്റൂ. ഓക്കെ, ഇപ്പം എന്താണ് തീരുമാനം? ഇപ്പം ഞാനത് എൻ്റെ കേസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ വണ്ടി. കാര്യം എൻ്റെ വണ്ടിക്ക് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മാനുഫാക്ചറിങ് പ്രശ്നമാണ്. അല്ലെങ്കിൽ 2ാമതും 3ാമതും ബാറ്ററി മാറേണ്ട അവസ്ഥയൊന്നും വരത്തില്ലല്ലോ. പിന്നെ 70,000 കിലോമീറ്റർ എന്നുള്ളൊരു വലിയ കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. ഞാൻ 2.5 ലക്ഷം കിലോമീറ്റർ ഓടി എൻ്റെ വണ്ടി വേറെ കാണിച്ചു കൊടുക്കാം. വണ്ടി ഓടിക്കാത്തതിൻ്റെ അറിയാൻ വയ്യാത്തതിൻ്റെ കുഴപ്പമാണ്ടാന്ന് 70,000 കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചത്. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണല്ലോ. അവരങ്ങനെ പറഞ്ഞു, വണ്ടി ഓടിക്കാൻ അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് സാറിന്റെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ചാർജിങ് പ്രശ്നമാണ്. എന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ശരീരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കറണ്ടും അല്ല അതിൽ വെക്കുന്നത്. അപ്പം ഈ ഒരു മാർക്കറ്റിൽ ഒരു സാധനം ഇറക്കുമ്പം അത് പൂർണ്ണമായിട്ടും ആളുകൾക്ക് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന രീതിയിലായിരിക്കും ഇറക്കേണ്ടത്. ഇതിപ്പോൾ ദ്രോഹം ഉണ്ടാകുന്ന രീതിയിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കമ്പനി അതിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാനൊരു കാരണമാവുന്നെങ്കിൽ ആവശ്യട്ടെ. ഒരുപാട് ആൾക്കാർ കേസിന് പോയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇത്രയും 22 ലക്ഷം രൂപ കൊടുത്തൊരു വാഹനം എടുത്തൊരു കംപ്ലൈന്റ് ചെയ്യുന്നു, ഒരു തവണയല്ല പലതവണയായി. അതുമായിട്ട് ചെല്ലുമ്പോൾ അത് നമ്മളോട് മാന്യമായി പെരുമാറി, ആ പ്രശ്നമില്ല പരിഹരിച്ചു തരാന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ കുറ്റം കൊണ്ടാണെന്ന് പറയുന്നത്. അതല്ല ഞാൻ പറയാം. ഞാനൊരു കാര്യം ഇതിനകത്ത് പറയാം.
ഞാൻ ഈ പോയ സർവീസ് സെൻറ്റർ ഈ NCS ഒഴിച്ച് 2 സർവീസ് സെൻറ്ററുകളിലും ഞാൻ അവരോട് സംസാരിക്കാനോ ബഹളം വെക്കാനോ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും നിന്നിട്ടില്ല. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് വിശ്വസിച്ച് അവരെ ഏൽപ്പിച്ചിട്ട് പോരുകയായത്. പ്രശ്നങ്ങൾ പരിഹരിക്കത്തില്ല, ഉന്തിത്തള്ളി പോത്തേയുള്ളെന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ കേസിന് പോയ ആളാണ്. അവരോട് കിടന്ന് അടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇതിന് പടച്ചു വിട്ടൊരു ആളുണ്ട്, ഇത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുണ്ട്. അയാളോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ജനങ്ങൾക്ക് ഇത് ഉപകാരം ഉണ്ടായിക്കോട്ടെ. ഞാൻ ഈ വീഡിയോ ചെയ്തതും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ടെക്നോളജി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ ടെക്നോളജികൾ അംഗീകരിക്കപ്പെടണം. നമ്മൾ പുതിയ ആശയങ്ങൾ നല്ലതാണ്, പക്ഷെ അത് ജനങ്ങൾക്ക് ഗുണമുണ്ടാവാനാണല്ലോ പുതിയ ടെക്നോളജി വരേണ്ടത്. ഇത് ദ്രോഹമായെന്നത് കൊണ്ടാൽ മാത്രം അത് തിരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് ഉദ്ദേശിക്കുന്നത്. അവര് ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ പണം മടക്കി തരിക, നഷ്ടപരിഹാരം സഹിതം. എനിക്കുണ്ടായിട്ടുള്ള വലിയ നഷ്ടമാണ്. ഇപ്പം എത്ര നാളുകൊണ്ട് ഞാൻ വണ്ടിയില്ലാതെ നിൽക്കുകയാണ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാനൊരു വണ്ടി എടുക്കാൻ വെക്കുന്ന ഒരു സാഹചര്യത്തിലല്ല. എന്നിട്ട് പോലും ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇനി എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ EV വണ്ടി ഞാനിനി ഈന്ന് കേട്ടാൽ നിൽക്കത്തില്ല. കാരണം അത്ര ഞാൻ പഠിച്ചിട്ടുണ്ട്. 2 വീലർ ആണെങ്കിലും എടുക്കത്തില്ല. 2 വീലറിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അത് നമ്മുടെ പുതിയ ഷോറൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 100 കണക്കിന് വണ്ടിയാണ് സർവീസിന് വന്നിരിക്കുന്നത്. അപ്പം ആളുകളെല്ലാവരും പറയും അവനവൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്നത് പോലെ ഞാൻ എടുത്തത് ഓക്കെയാണ്, നല്ലതാണ്, സൂപ്പറാണ്, എൻ്റെത് എന്തും വലുതാണെന്ന് പറയും. പക്ഷേ അങ്ങനെ പറഞ്ഞോട്ടെ, എനിക്കങ്ങനെ പറയാൻ താല്പര്യമില്ല. ഞാൻ അങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യം എനിക്കില്ല. മറ്റുള്ളവരോട് അതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് പോസിറ്റീവായിട്ട് ചിന്തിച്ചൊരു സമയമുണ്ട്. നെഗറ്റീവായിട്ട് അവരാണ് എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചത്. അത്രേ ഉള്ളൂ. കംപ്ലൈന്റ് ഇല്ലാതെ പോയാൽ പോസിറ്റീവാണ്. ഇത് ബാറ്ററി ഒരു 350 മൈലേജോടുകൂടി ഒരു 3-4 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ അങ്ങനല്ലല്ലോ, വെറും 70,000 കിലോമീറ്ററിൽ ഇങ്ങനെ ആയിപ്പോയില്ലേ. വേറെ എന്താണ് അറിയേണ്ടത് പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഇപ്പം കേസിൻ്റെ അവസ്ഥ എന്താണ്? കേസിൻ്റെ അവസ്ഥ നമ്മൾ ഇപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കാണ്. അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഹിയറിംഗ് വെച്ച്. അപ്പോൾ വണ്ടി ഇപ്പോൾ എവിടെ? ഷോറൂമിലാണ്. പരാതി അവിടെ അവർ വിളിച്ചു കഴിഞ്ഞ് ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ആ വണ്ടി എടുക്കണ്ടെന്ന് നമ്മുടെ വക്കീൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എടുത്തുകൊണ്ട് പോയവർ അവർ സൂക്ഷിച്ചോട്ടെ, പിന്നെ ഒരു തീരുമാനമായതിനു ശേഷം മതി. അപ്പോൾ അവരവരുടെ ഭാഗത്ത് ഞാൻ ഇരിക്കട്ടെ. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയാം. ഇത് ഇവിടെ 1 രൂപയ്ക്കാണെങ്കിലും നമുക്ക് ഇന്ത്യയിൽ വാല്യൂ ഉണ്ടല്ലോ. 1 രൂപയ്ക്കാണെങ്കിലും വാല്യൂ ഉണ്ടല്ലോ. ഇത് 22 ലക്ഷം രൂപയാണ്. 22 ലക്ഷം രൂപ എന്നെ പുറത്തൊരു സാധാരണക്കാരൻ എന്തോരം യാത്ര ചെയ്താലാണ് ഉണ്ടാകുന്നത്, എന്തോരം ജോലി ചെയ്ത്. ഞാൻ അവരോട് തന്നെ ചോദിച്ചു, നിങ്ങൾ എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ മാനേജർ പണി എടുത്താലോ അല്ലെങ്കിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ അവിടെ ജോലി ചെയ്താലോ എങ്ങനെ കിട്ടും? നിങ്ങൾക്ക് എങ്ങനെ സാധിക്കാൻ പറ്റും? അപ്പം അതുകൊണ്ട് എൻ്റെ പൈസ നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ ബ്രോ, അപ്പം ഇപ്പോൾ ഈ വാഹനം ഓടിക്കുന്നവർ, EV യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ EV യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പുതിയതായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്, അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ഉപയോഗം എന്താ. ചാടി കയറി ആരും പറയുന്നത്. ഇനി ഒരു കാര്യം പറയാം, നമ്മുടെ ഒരു വീഴ്ച ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അത് കാണാൻ ഇഷ്ടപ്പെടുന്നതും നമ്മുടെ വീട്ടുകാർ തന്നെ ആയിരിക്കും. നമ്മുടെ പല ബന്ധുക്കളും ഇത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ടാവും. ഇവ നല്ല കയ്യിൽ നല്ലൊരു വണ്ടി കൊണ്ട് കൊടുത്തിട്ട് ഈ സൈസ് ഒരു പരിപാടി മേടിച്ചെന്ന് അത് പറയിപ്പിക്കരുത്. പരമാവധി ഒന്നുകൂടെ ഒന്ന് ക്ഷമിക്കുക. EVയുടെ ഇനി ടാറ്റ ആയിക്കോട്ടെ, നന്നായിട്ട് ഒരു നല്ല പുതിയ ഐഡിയയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വാങ്ങിക്കുന്ന ആൾക്കാർ അവർക്ക് ഒരു വണ്ടിക്ക് 350 കിലോമീറ്റർ പറയുകയാണെങ്കിൽ അത് 250 കിലോമീറ്റർ കിട്ടത്തോളം എന്ന് ആദ്യം മനസ്സിലാക്കുക. 430 പറയുകയാണെങ്കിൽ ഒരു 300 കിട്ടത്തോളം എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വേണം വണ്ടി എടുക്കാൻ. ഏത് വണ്ടി എടുത്താലും അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കാവുള്ളൂ. അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാവുള്ളൂ. ഏത് വണ്ടി എടുത്താലും പരമാവധി ടെക്നോളജി അംഗീകരിക്കുക. പുതിയ ടെക്നോളജികൾ വരട്ടെ, അതെല്ലാവരും അംഗീകരിച്ചുകൊണ്ട് വേണം. ഞാനിപ്പോൾ വണ്ടി എടുത്തത് എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. എനിക്ക് റൂഫിംഗ് ബിസിനസ്സാണ്. ലുക്ക് ടോപ്പ് റൂഫിംഗ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് ഞാൻ കേരളത്തിൽ എല്ലായിടവും എൻ്റെ സർവീസും അതിൻ്റെ റൂഫിങ്ങും അതുപോലെ വാട്ടർ പ്രൂഫും ഒക്കെ ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓടി ചെല്ലണം, അഥവാ ഒരു ബിസിനസ് കിട്ടി അവിടെ ചെറിയ നഷ്ടം വന്നാൽ ഇതിലങ്ങ് പരിഹരിച്ച് പോകണം എന്നൊക്കെയുള്ള രീതിക്കാണ് എടുത്തത്. പക്ഷെ അതെനിക്ക് മെനയായി. അതുകൊണ്ട് നമ്മുടെ ജോലി എന്താണോ അതനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. എനിക്ക് പറ്റിയൊരു അബദ്ധം ആർക്കും വരാതിരിക്കട്ടെ. ഇത് സർവീസിൻ്റെ പ്രശ്നമാണ്, അവർ രണ്ടാമത് തന്ന ബാറ്ററിയുടെ പ്രശ്നമാണ്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ടാറ്റ പോലത്തെ കമ്പനികളോടാണ്. നിങ്ങൾ പരമാവധി ഒരു 2.5 ലക്ഷം കിലോമീറ്റർ എങ്കിലും സർവീസ് കൊടുക്കുക, അല്ലെങ്കിൽ സാധുക്കളായിട്ടുള്ള ആൾക്കാർ പെട്ടുപോകും. അതുകൊണ്ട് പെട്ടെന്ന് സർവീസ് നിങ്ങൾ ചെയ്തു കൊടുക്കുക. 2.5 ലക്ഷം കിലോമീറ്റർ സർവീസ് എന്നുള്ളതല്ല, ബാറ്ററിയുടെ വാറണ്ടി. 2.5 ലക്ഷം ഫുള്ള് പരമാവധി പുറത്താരും പണിയാനില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അവിടെ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് പണിത് കൊടുക്കുക. ഇത് ഇലക്ട്രിക് വണ്ടിയാണ്, പുറത്താരും കൈവെക്കത്തില്ല.
ഡീസൽ വണ്ടിയോ പെട്രോൾ വണ്ടിയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ആശ്രയിക്കാം. അപ്പോൾ നിങ്ങളുടെ ടെക്നീഷ്യന്മാർ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരായിരിക്കണം. അവർ പെട്ടെന്ന് ഇത് പണിത് തരാൻ അവർക്ക് അതിനുള്ള മനസ്സ് വേണം. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ എത്രയും പെട്ടെന്ന് നല്ല പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരിക, ബാറ്ററി നിലനിർത്താൻ 0 വരെ ഓടിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. എനിക്കിതൊക്കെ പറയാനുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പോകുന്ന ഒരു നമ്മൾ ഈ മണ്ടത്തരം കാണിച്ചിട്ട് ഇതൊക്കെ പറയുകയാണ്. നമ്മളൊരാൾ കാണിച്ചതുകൊണ്ടാണ് നൂറുകണക്കിന് ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചത്. ശരിയല്ലേ? തീർച്ചയായിട്ടും. നമ്മളിത് കാണിക്കാതിരുന്നെങ്കിൽ ഇത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം ഇതിനിപ്പോൾ ഞാൻ കോടതിയിൽ പോകുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ വഴിയെ ഞാൻ നിങ്ങളൊക്കെ അറിയിക്കാം. അപ്പം നമുക്ക് ആരോടും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. എല്ലാവരും നമുക്ക് ഒരുപോലെയാണ്. നിയമം ഉണ്ടായതുകൊണ്ടാണ്, നിയമത്തെ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കോടതിയിലേക്ക് പോകുന്നത്. അപ്പം അത് നമുക്ക് അനുകൂലമായിട്ട് വരട്ടെ, നന്മയ്ക്ക് അനുകൂലമായിട്ട് വരട്ടെ. ഇത് എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും പൈസയുടെ ഒരു വലിയ വണ്ടി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിതിലൊന്നും പോകത്തില്ല. അത് 5 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഉന്തിത്തള്ളി പോവാം. പക്ഷേ അതങ്ങനെ പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അത് മനസ്സിലാക്കണം എല്ലാവരും. EV ഉപയോഗിക്കുന്ന ആൾക്കാരോട് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. എല്ലാവരുടെയും വാഹനങ്ങൾ ഒരുപാട് ഓടട്ടെ, പരമാവധി അവർക്ക് ഉപയോഗിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ. അപ്പം വാഹനം നിലവിൽ ഷോറൂമിലാണ്. ഒരു മാസമായിട്ട്. അപ്പം കേസ് ഫയൽ ചെയ്തല്ലേ? കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ സംഭവിക്കട്ടെ, കാര്യങ്ങൾ അനുകൂലമായിട്ട് ഉണ്ടാവട്ടെ, എല്ലാവർക്കും നീതി കിട്ടട്ടെ. നമുക്ക് വീണ്ടും കുറച്ച് നാളിന് ശേഷം ഇതിൻ്റെ ഒരു അപ്ഡേഷന് വേണ്ടി വീണ്ടും വരുന്നതാണ്. ഓക്കെ, വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം നാളെ EV യൂസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇതിനോടകം ഉണ്ടായിട്ടുണ്ടാവാം. ഞാനും അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരാളാണ്. കാരണം അർദ്ധരാത്രിയിൽ കാടിൻ്റെ നടുവിൽ വെച്ച് HV ക്രിട്ടിക്കൽ കാണിച്ച് വാഹനം ഓഫായി. പിന്നീട് മറ്റൊരു വണ്ടിയിൽ കെട്ടിവലിച്ച് കൊണ്ടുപോയി ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നീട് നന്നാക്കി എടുക്കേണ്ട ഒരു സാഹചര്യം എനിക്കും ഉണ്ടായതാണ്. പക്ഷേ എനിക്ക് 3-4 ദിവസത്തിനുള്ളിൽ ബാറ്ററി മാറ്റി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് വാഹനത്തിന് അങ്ങനെ അത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകളൊന്നും തന്നെ ഇല്ല. ഞാൻ വളരെ ഹാപ്പിയായിട്ട് വാഹനം ഓടിക്കുന്നു. പിന്നീട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റിയറിംഗ് പ്രശ്നം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാൻ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ്. പക്ഷേ നമ്മുടെ EV കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന പല ചർച്ചകളും വെളിവാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ബാറ്ററി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു നീണ്ട കാലയളവിൽ വാഹനം പല സർവീസ് സെൻറ്ററുകളിലും പിടിച്ചിടുകയും അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകൾ പലർക്കും നേരിടുന്നൊരനുഭവം പലപ്പോഴും പല ചർച്ചകളിലും രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. ഈ ഒരു സ്ഥിതി മാറേണ്ടത് വളരെ ആവശ്യമാണ്. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എങ്കിലും ഇങ്ങനൊരു വിഷയം ഈ ഒരു സഹോദരൻ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അല്ലാതെ അതിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതൊരിക്കലും EVയെ കുറ്റം പറയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ടാറ്റയെ കുറ്റം പറയാൻ വേണ്ടിയോ അല്ല. ഏതെങ്കിലും ടാറ്റയുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ ടാറ്റയുടെ ഷോറൂമുകളിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇത്രയധികം രൂപ മുടക്കി ഒരു EV വാങ്ങി 6-ാം മാസം അല്ലെങ്കിൽ 7-ാം മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിലോ ഇത്തരം പ്രശ്നങ്ങൾ മൂലം വഴിയിൽ കിടന്ന് കെട്ടിവലിച്ച് നിങ്ങളുടെ ഷോറൂമിലെത്തുമ്പോൾ അതിൻ്റെ മാനസിക സംഘർഷം അനുഭവിച്ച് നിൽക്കുന്ന വ്യക്തിയോട് നിങ്ങളൊരല്പം മനുഷ്യത്വം കാണിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് ചുറ്റുമുള്ളൂ. കാരണം വാഹനത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടാവാം, പക്ഷേ അത് നിങ്ങൾ മാന്യമായി പരിഹരിച്ച് നൽകിയാൽ, അവനെ കൺവിൻസ് ആകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധിപ്പിച്ച് ആ പ്രശ്നം പരിഹരിച്ച് നൽകിയാൽ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും ഉണ്ടാവുകയില്ല.